ഹലോ എവറി വൺ, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതാണ്. പോളാർ കോർഡിനേറ്റ്സിന്റെ ഡെഫിനിഷൻ, പോളാർ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബേസിക്കലി പ്ലെയിനകത്ത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ യുണീക്ക് ആയിട്ട് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നമ്മളെ. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു പോളാർ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്യാം. ആൻഡ് ദാറ്റ് പോളാർ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യുണീക്ക് ആയിരിക്കില്ല. സോ ഏതൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി പോളാർ കോർഡിനേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ നോക്കാം. ഒരു പോളാർ കോർഡിനേറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഒറിജിൻ വേണം. ആ ഒറിജിനെ സംടൈംസ് വി കോൾ ഇറ്റ് ആസ് പോൾ ആൻഡ് ഒരു ഇനീഷ്യൽ റേ ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഫിഗറിൽ വിസിബിൾ ആണ്. ഒ എന്ന് പറയുന്ന ഒരു ഒറിജിൻ ഉണ്ട്, ഒരു ഇനീഷ്യൽ റേ ഉണ്ട്. ഇനി പി എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പം പി എന്ന് പറയുന്നത് 6 യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഫ്രം ദ ഇനീഷ്യൽ റേ. സോ നമുക്ക് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആർകോമ തീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. പിനെ നമുക്ക് ആർകോമ തീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. വെർ ആർ ഇസ് ദ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ പോയിന്റ് പി ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ റേ ആൻഡ് ദ റേ ഒ പി. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ജനറലി ഒരു ആംഗിൾ മെഷർ ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ആംഗിളിനെ എപ്പോഴും പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ആംഗിൾസിനെ എപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പം ഏതൊരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇഫ് ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് വേറൊരു തീറ്റയും കൂടി എപ്പോഴും മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ ആംഗിൾ അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ പോയിന്റ് ഈസ് നോട്ട് യൂണീക്ക്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിഡർ ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും 2 യൂണിറ്റ് ദൂരത്തും തീറ്റ ഈക്വൽ ടു π/6 എന്ന് പറയുന്ന റേയിൽ എലോങ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് പി ഓഫ് 2, π/6. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പി ഓഫ് 2, π/6 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ തീറ്റ മെഷർ ചെയ്തേക്കുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇറ്റ് വിസിബിൾ ഇൻ ദിസ് ഫിഗർ. തീറ്റ ഈക്വൽ ടു π/6 നമ്മൾ മെഷർ ചെയ്തേക്കുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്ത് പറയാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്കൊരു ആംഗിൾ ഉണ്ടായിരിക്കും. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്ത ആംഗിൾ നോക്കൂ. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്ത ആംഗിൾ. ദിസ് ഇസ് ഈക്വൽ ടു π/6 മൈനസ് 2πക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു π മൈനസ് 12π ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -11 π/6 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, 2, π/6 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ദിസ് ഇസ് ഈക്വൽ ടു 2, -11 π/6നോട് ഈക്വൽ ആണ്. സോ ഇവിടെ തന്നെ നമുക്ക് ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ദിസ് ഓൾസോ നമുക്ക് എങ്ങനെയും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ π/6 അല്ലേ, ഇനി ഞാനിതൊരു 2π റൊട്ടേഷൻ നടത്തിയെന്ന് വിചാരിക്കുക. 2π റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ ഇതേ ആംഗിൾ അല്ലേ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2, π/6 എന്ന് പറയുന്നത് 2, π/6 പ്ലസ് 2πക്ക് ഈക്വൽ ആയിരിക്കും. സോ ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി റെപ്രസെന്റേഷൻ ഫോർ എ പോളാർ കോർഡിനേറ്റ്. ഒരു പോളാർ കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കുറേ എക്സ്പ്രഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പോയിന്റ്. വൈ ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? ആർ നമുക്ക് ചില സമയത്ത് നെഗറ്റീവ് വാല്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും. ചില സമയത്ത് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ആണ് മോർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ ഒക്കേഷൻസ് വെൻ വി വിഷ് ടു അലോ ആർ ടു ബി നെഗറ്റീവ്. ദാറ്റ് ഈസ് നമ്മൾ അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ നമ്മൾ സപ്പോസ് ചെയ്യാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ 2, π/6 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. അതായത് ഒറിജിനിൽ നിന്നും 2 ഡിസ്റ്റൻസ് അകലത്തിൽ ആൻഡ് അലോങ് ദ റേ തീറ്റ ഈക്വൽ ടു 7 π/6. സോ ഇവിടെ നമ്മൾ π/6 മെഷർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിലോട്ട് നമ്മളൊരു പൈ കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7 π/6 എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. ആ ആംഗിളിന് അലോങ് ഉള്ള റേ ആണ് തീറ്റ ഈക്വൽ ടു 7 π/6 എന്ന് പറയുന്ന റേ. അതിൽ 2 യൂണിറ്റ്സ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ എടുത്തു. സോ ദിസ് ഇസ് ദ പോയിന്റ് പി 7 π/6 എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഇതേ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നെഗറ്റീവ് ആറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് നോക്കൂ. നമ്മളിവിടെ π/6 എന്ന് പറയുന്ന റേ കൺസിഡർ ചെയ്തു. ഈ റേയിൽ ഇതിപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഇതാണെങ്കിൽ 2 π/6 എന്ന് വരും ഇഫ് ഇറ്റ് ഇസ് 2 യൂണിറ്റ്സ് ഫ്രം ദി ഒറിജിൻ. ഇനി ഇതേ അളവിൽ നമ്മൾ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇഫ് നമ്മൾ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ 2 യൂണിറ്റ്സ് മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2 7 π/6 എത്തുന്നത്. സോ നമ്മൾ അതിനെ -2 എന്ന് എക്സ്പ്രസ് ചെയ്യും. ആൻഡ് അലോങ് ദ വിച്ച് റേ π/6 എന്ന് പറയുന്ന റേ. സോ വി ഹാവ് -2 π/6 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി, 2 7 π/6 എന്ന് പറയുന്നത് ഈക്വൽ ടു -2 π/6ന് ഈക്വൽ ആണെന്ന് കിട്ടി. ഇവിടെ നമുക്ക് ചേഞ്ച് വന്നത് ആറിന്റെ സൈനിന് ചേഞ്ച് വന്നു. നമ്മൾ ഫോർവേഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവായിട്ടും ബാക്ക്വേർഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ആർ പൊതുവെ എടുക്കുന്നത്. സോ ദർ ആർ ഒക്കേഷൻസ് വി ക്യാൻ ടേക്ക് ആർ ടു ബി നെഗറ്റീവ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
വിച്ച് പോളാർ കോർഡിനേറ്റ്സ് പെയേഴ്സ് ലേബൽ ദ സെയിം പോയിന്റ് എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 30 ഉണ്ട്, -3,2π ഉണ്ട്, -3,0 ഉണ്ട്, -3,π. ഇതിൽ ഏതൊക്കെ പേയേഴ്സ് ആണ് സെയിം ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ സെയിം പോയിന്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഗ്രാഫിക്കലി നമുക്കത് കണ്ടെത്താൻ വേണ്ടി പറ്റും. സോ 3,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിൻ ഉണ്ട്, വി ഹാവ് ദ ഇനീഷ്യൽ റേ. ഓക്കെ, സോ 3,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 യൂണിറ്റ്സ് ഫ്രം ദി ഒറിജിൻ വിത്ത് ആംഗിൾ 0 ഡിഗ്രി or 0 റേഡിയൻ ഫ്രം ടു ദ ഇനീഷ്യൽ റേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3,0. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ മെഷർ ചെയ്തിട്ട് നമുക്ക് ഈക്വാലിറ്റി ആയിട്ടുള്ള പോയിന്റ്സുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ടേക്കിംഗ് ആർ ടു ബി നെഗറ്റീവ് നമുക്ക് പോയിന്റ്സുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ആണ്. സപ്പോസ് നമ്മൾ ഇതിനെ പൈ റൊട്ടേഷൻ നടത്തി എന്ന് വിചാരിക്കുക. പൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റേ എന്ന് പറയുന്നത് ഇതല്ലേ വരുന്നത്, ഇതാണ് θ=π എന്ന് പറയുന്ന റേ. ഇനി ഇതിൽ നമ്മൾ ബാക്ക്വേർഡ് 3 യൂണിറ്റ്സ് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ അഗെയിൻ എവിടെ എത്തി? ഈ 30 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയില്ലേ. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ഈക്വൽ ടു -3,π. സോ നമുക്ക് എന്ത് കിട്ടി? 3,0 എന്ന് പറയുന്നത് -3,πക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അടുത്ത പോയിന്റ് നോക്കാം. -3,0 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇനീഷ്യൽ റേ ഉണ്ട് ഇവിടെ. 0 ആംഗിൾ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ റേയിൽ തന്നെ വരും. ഇനി ഇതിൽ -3 ബാക്കോട്ട് വന്നു. 3 ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ -30 എന്ന് പറഞ്ഞ പോയിന്റ് ആയി. ഇനി ഇതിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0-ൽ 2π റൊട്ടേഷൻ നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അഗെയിൻ ഇവിടെ തന്നെ എത്തി. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പോയിന്റിലാണ്, സോറി ഈ ലൈനിലാണ്, ഈ റേയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് 2π. θ=2π എന്ന് പറയുന്നത് ഇനീഷ്യൽ റേ തന്നെയായിരിക്കും. അതിൽ പിറകോട്ട് വന്നു -3,2π ഈക്വലന്റ് ആയില്ലേ. സോ നമുക്ക് എന്ത് പറയാം? 3,0യും -3,πയും സെയിം പോയിന്റിനെയാണ് ലേബൽ ചെയ്യുന്നത്. അതുപോലെ -3,0യും -3,2πയും സെയിം പോയിന്റ്സിനെയാണ് ലേബൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ഓൾ ദി പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് P2, π/6. നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ ഒറിജിൻ ഉണ്ട് ഇവിടെ O, വി ഹാവ് ദ ഇനീഷ്യൽ റേ ഉണ്ട് ഇവിടെ. ഇനീഷ്യൽ റേയിൽ നിന്നും π/6 ആംഗിൾ ഉള്ള റേ കൺസിഡർ ചെയ്തു. ഇതാണ് θ=π/6 എന്ന് പറയുന്ന റേ. ദിസ് ഇസ് π/6. നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 യൂണിറ്റ്സ്. സോ ദിസ് ഇസ് 2, π/6 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പി എന്നതിനെ വിളിച്ചു. ഇതിന് ഈക്വൽ ആയിട്ട് വരുന്ന എല്ലാ പോളാർ കോർഡിനേറ്റ്സുകളും കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിലിറ്റീസ് എന്തൊക്കെയുള്ളത്? ഒന്ന് r=2 ആയിട്ടും ഒന്ന് r=-2 ആയിട്ടും. ഈ 2 കേസസ് അല്ലേ ഉള്ളൂ. ആറിന് ഒന്നെങ്കിൽ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ. എന്നിട്ട് ഈ ഓരോ ആറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസുകൾ കണ്ടെത്തുക എന്നുള്ള ടാസ്ക്കാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. സോ r=2 ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു π/6 എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇനി നമ്മൾ ഈ π/6ന് 2π റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. സോ വി ഹാവ് π/6 + 2π. ഇനി π/6 + 4π എടുത്താലും ഇതേ സ്ഥലം തന്നെയല്ലേ, ഇത് ഒരു റൊട്ടേഷനും കൂടി വരും, അത്രയല്ലേ ഉള്ളൂ. സോ π/6 + 4π. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ π/6 + 2nπ എല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. ഫോർ n is equal to 0, 1, 2 etc. ഓക്കെ, ഇനി r=-2ന്റെ കേസ് നോക്കാം. r=-2ന്റെ കേസ് നോക്കുന്നതിന് മുൻപേ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ളത് കൂടി നോക്കാം. ഇപ്പം നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ എടുത്തേ, കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. സോ ഈ π/6ന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു -11 π/6 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വി ഹാവ് -11 π/6 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് -11 π/6 എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. ദാറ്റ് ഈസ് π/6 - 2π ഉണ്ട്. അതുപോലെ π/6 - 4π എടുത്തു കഴിഞ്ഞാലും ട്രൂ ആയിരിക്കും. അങ്ങനെ അപ് ടു π/6 - 2nπന്റെ കേസിലും അത് ട്രൂ ആയിരിക്കും. ഫോർ n is equal to 1, 2 etc. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾസ് എന്ന് പറയുന്ന ആരായിരിക്കും? π/6 + or -2nπ for n is equal to 0, 1, 2 etc. or π/6 + 2nπ for n is equal to 0, ± 1, ± 2 etc. ഓക്കെ, അപ്പോൾ 2, π/6ന് ഈക്വൽ ആണ് ആരെന്ന് പറയുന്നത്? 2, π/6 + 2nπ for n is equal to 0, ± 1, ± 2 etc. ഇനി r=-2ന്റെ കേസിലോട്ട് വരാം. r=-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ആരായിരുന്നു? -2 എന്ന് പറയുമ്പോൾ ഇവിടോട്ട് വരും. -2 ഇവിടോട്ടല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യണം. സോ നമ്മൾ നേരത്തെ എടുത്ത പ്രകാരം 7 π/6ന്റെ റേ കൺസിഡർ ചെയ്യുക. ഇതാണ് θ=7 π/6 എന്ന് പറയുന്ന റേ.
ഈ 7π/6 റേയിൽ നമ്മൾ നെഗറ്റീവ് ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 2π/6 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു -2, 7π/6 അല്ലേ? അപ്പോൾ 7π/6 വന്നു. ഇനി ഈ 7π/6 ഇക്വലന്റ് ആയിട്ട് നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആരെ മെഷർ ചെയ്യാം? 7π/6 -2π ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ കിട്ടും. സോ വി ഹാവ് -5π/6 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു -2, -5π/6. ഓക്കെ, സോ നമുക്കിവിടെ ഒന്നാമത്തെ ആംഗിൾ ആര് വന്നു? -5π/6 വന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -5π/6 + 2nπകളെല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർ n is equal to 0, 1, 2 etc. അതുപോലെ തന്നെ -5π/6 -2nπകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർ n is equal to 1, 2 etc. So we can write -2π/6 is equal to 2π/6 is equal to -2, -5π/6 plus 2nπ for n is equal to 0, plus or minus 1, plus or minus 2 etc. So 2π/6 ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റ്സുകളുടെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത്? ഒന്ന് 2π/6 plus 2nπ for n is equal to 0, plus or minus 1, plus or minus 2 etc. And another one is -2, -5π/6 plus 2nπ for n is equal to 0, plus or minus 1, plus or minus 2 etc. So നമ്മൾ ഒരു പോയിന്റ് 2π/6 എടുത്തപ്പം തന്നെ we have infinitely many polar coordinates correspond which label same point. അതേ പോയിന്റിനെ ലാബിൾ ചെയ്യുന്ന ഇൻഫൈനൈറ്റ്ലി മെനി പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു കാർട്ടീഷ്യൻ പ്ലെയിനകത്ത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫൈനൈറ്റ്ലി മെനി പോളാർ കോർഡിനേറ്റ്സ് representations are available. Okay, so നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു, എങ്ങനെയാണ് ഒരു പോളാർ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു പോളാർ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി പോളാർ കോർഡിനേറ്റ്സ് അവൈലബിൾ ആണ്, അതിനുള്ള എക്സാമ്പിളുകളും ചെയ്തു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.